എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നൽകിയിരിക്കുന്ന ഫയലുകളിൽ ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഒന്നാകുന്നു എന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഒന്നാമത്തെ ചുവന്ന മത്സ്യത്തിൻ്റെ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വലിയ ഇഷ്ടത്തിലാണ്. തീർച്ചയായിട്ടും ആ ഇഷ്ടത്തിന് കൂടലും കുറയിലും പലതരത്തിലുള്ള ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും വേരൂന്നി പോയ ചിന്തകളാണ്, യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഒരുപാട് ആളുകളെ ജീവിതത്തിൽ പലപ്പോഴായി നിങ്ങൾ കണ്ടുമുട്ടിയപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോയ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. എല്ലാവരേക്കാളും പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് ആ വ്യക്തിയും ആ വ്യക്തിക്ക് നിങ്ങളും ആയി ഇരുന്നു. അങ്ങനെ കൃത്യമായ അവബോധത്തോടെ, കൃത്യമായ മാനസിക അടുപ്പത്തോടെ നിങ്ങളും ആ വ്യക്തിയും മുന്നോട്ട് ജീവിച്ച് പോകുന്ന ഒരവസരമാണ് ഉണ്ടായത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇണക്കമോ പിണക്കമോ ദുഃഖമോ ദുരിതമോ അകൽച്ചയോ തെറ്റിദ്ധാരണയോ ഒക്കെ ഉണ്ടായിരിക്കാം. അത്തരം തെറ്റിദ്ധാരണകൾക്കൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ വെറുക്കുന്ന ആളുകളുമുണ്ട്. നിങ്ങൾ വെറുക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കരുതെന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച മറ്റാരെങ്കിലും നേരിട്ടുള്ളതോ പരോക്ഷമായോ ആയ പ്രേരണ കൊണ്ട് നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും തള്ളി ഓടിക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ശ്രമങ്ങൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അവരുടെ ശ്രമങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന നിങ്ങളെയും ആ വ്യക്തിയെയും പരസ്പരം ഭിന്നിപ്പിക്കാനായിട്ട് അവർ നടത്തിയ ശ്രമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ വേദന ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അവരെ കുറച്ചൊക്കെ വിശ്വസിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു. നിങ്ങളൊരിക്കലും അത്തരക്കാരെ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റവും അവരുടെ ചിന്തയും അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയും അറിവുമുണ്ട്. എന്നാൽ അവർ നിങ്ങൾക്ക് നൽകിയൊരു സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളെ ഉൾക്കൊള്ളാതിരിക്കാനാണ്. നിങ്ങളെ ഉൾക്കൊള്ളാതിരുന്ന് അവർക്കും നിങ്ങൾക്കുമൊക്കെ നഷ്ടമുണ്ടായാലും വേണ്ടില്ല, നിങ്ങളുമായി ഒത്തുപോകാൻ അവർ ഒട്ടും ആഗ്രഹിക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സകല ശ്രമങ്ങളും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം സ്വീകരിച്ചു. അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ വർദ്ധിപ്പിച്ച് വൈഡൻ ചെയ്ത് അത് വലുതാക്കി അതിൻ്റെ മുഴുവൻ ഗുണഫലങ്ങളും തട്ടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ ശ്രമഫലമായി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് വിഷമസന്ധികൾ ഉണ്ടാകുകയും ജീവിതത്തിൽ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പോലും നിങ്ങളെ ജീവിതത്തെ ഉലയ്ക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ചൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്ര മാത്രം പരസ്പരം സ്നേഹിച്ചിട്ടും മറ്റൊരു പുറം പാർട്ടി, ഒരു തേർഡ് പാർട്ടി വന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുന്നു. അത് അപ്പാടെ വിശ്വസിച്ച നിങ്ങളുടെ വ്യക്തിയുടെ സമീപനത്തോടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സമീപനം അപ്പാടെ മാറുകയാണ്. ആരൊക്കെയാണോ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചത്, അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു. ഇനി ഒരിക്കലും അവർക്ക് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ പിരിപ്പിക്കാൻ അല്ലെങ്കിൽ അകറ്റാൻ സാധിക്കില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപക്ഷെ ഒരു കാര്യം വിട്ടുപോയി, ഒരു പരസ്പരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ വിട്ടുപോയി എന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ അത് മറ്റുള്ളവർ അത് മുതലെടുക്കുകയും നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കാതിരുന്നപ്പോഴുമാണ്
നിങ്ങൾക്ക് ആ നഷ്ടമുണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മാറ്റുക. മാത്രമല്ല, നിങ്ങൾ പറയുന്ന അഭിപ്രായത്തോട് കൃത്യമായി യോജിപ്പുള്ള അല്ലെങ്കിൽ ആ അഭിപ്രായം തന്നെ സ്വീകരിക്കാൻ നിങ്ങളുടെ വ്യക്തി തയ്യാറാകുകയും ചെയ്യും. എന്തെങ്കിലും ഒരു സങ്കീർണാവസ്ഥ ഉണ്ടായാൽ ക്ഷമിച്ച് മുന്നോട്ട് മാറുക. കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള ബാധ്യത നിങ്ങളുടെ ഇഷ്ടശക്തി ഏറ്റെടുത്തിട്ടുണ്ട്. അത് നിർവഹിച്ച് നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്യും. അതോർത്ത് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ഒന്നാകുന്ന അവസ്ഥയിൽ നിങ്ങളുടെ ഈശ്വരൻ എത്തിക്കുകയും ചെയ്യും. രണ്ടാമതായി, പ്രാവ് എന്ന ഫയൽ സ്വീകരിച്ചവരുടെ റീഡിംഗാണ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒന്നാകുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും, വിശിഷ്യ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നു. നാടും വീടും ജോലിസ്ഥലവുമൊക്കെ വിട്ട് പോരേണ്ട ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടായി. പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ വ്യക്തി ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പലതരം സൗകര്യങ്ങൾ ഇല്ലായ്മയും പലതരം തട്ടിപ്പുകളിലേക്ക് ഉൾപ്പെട്ട് ജോലി നഷ്ടപ്പെടുകയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുകയും ചെയ്ത ഘട്ടത്തിൽ നിർണായകമായ പല സഹായങ്ങളും നിങ്ങളുടെ വ്യക്തിക്ക് നൽകുകയും ആ വ്യക്തി അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വിവാഹ സംബന്ധമായും ജീവിത സംബന്ധമായും പ്രണയ സംബന്ധമായും നിരവധി പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അന്നൊക്കെ അതെല്ലാം തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിനും വിട്ടുവീഴ്ചകളിലൂടെ മുന്നോട്ട് പോകുന്നതിനും നിങ്ങൾക്കും നിങ്ങളുടെ ഒപ്പമുള്ളവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. കുറച്ച് നാൾ മുമ്പ് വരെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടാകുകയും ഉറപ്പില്ലായ്മ ഉണ്ടാകുകയും ചെയ്തു. പക്ഷേ നിങ്ങളുടെ വ്യക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി കാര്യനിർവഹണം നിങ്ങളുടെ വ്യക്തിയല്ലാതെ നടത്തുന്ന കാര്യനിർവഹണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി സംസാരിക്കുകയും നിലപാടുകൾ സത്യസന്ധമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹം അത് വലുതാണ്. നിങ്ങൾ ആ വ്യക്തിയെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ മറ്റുള്ളവർക്കാർക്കും നിങ്ങളങ്ങനെ ഒരു പരിഗണന നൽകിയിട്ടില്ല എന്നും വ്യക്തമാണ്. ഇതിനിടയിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പല കാര്യത്തിലും വൈരുദ്ധ്യമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആ വൈരുദ്ധ്യാഭിപ്രായങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ ജീവിതത്തെയും ഭാവി എന്താകും എന്നുള്ള ഒരാശങ്ക ഉണർത്തിയിരുന്നു. പക്ഷേ നിങ്ങളുടെ വ്യക്തി ആ വൈരുദ്ധ്യ തീരുമാനങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ ഒരു അച്ചടക്കമുള്ള, ഭവ്യതയുള്ള, പക്വതയുള്ള ഒരു നിലയിലേക്ക് ആ വ്യക്തി എത്തുന്നു. എന്ത് കാര്യത്തിനും അപ്പാടെ എതിർത്തിരുന്ന സ്വഭാവം മാറുകയും നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടായിരിക്കാം, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടായിരിക്കാം നിങ്ങളോടൊരു ബഹുമാന സൂചകമായി ഉള്ള സമീപനങ്ങളുമായി എത്തുകയാണ്. ആ വ്യക്തി തിരിച്ചു വന്ന് നിങ്ങളെ സ്വീകരിക്കുമെന്നും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുകയില്ലെന്നും എല്ലാ ചതിക്കുഴികളിലും വിരിക്കുന്നതിൽ വീണുപോകാതെ ഈശ്വരനോട് പ്രാർത്ഥിച്ച്, ശക്തിയോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഒരു ശക്തിയും നിങ്ങളെ തകർക്കാൻ കൂട്ടുനിൽക്കില്ല. കാരണം ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങൾക്കും ശേഷമാണ് നിങ്ങൾ വന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ സൗമ്യത ഉള്ളൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സംരക്ഷിച്ച് പോരുന്നൊരു വ്യക്തിയാണ്. കൂടുതൽ നിങ്ങളെ ചാക്കിട്ട് സംസാരിക്കുകയോ നിങ്ങൾക്ക് അല്ലാത്ത സഹായം ചെയ്ത് നൽകുന്ന വ്യക്തികളെ പോലെയല്ല ആ വ്യക്തിയുടെയും നിങ്ങളുടെയും അഭിപ്രായം ഒന്നാകുന്നു. ആ അഭിപ്രായം ഒന്നാകൽ ആ വ്യക്തി സ്വയമേവ സ്വീകരിച്ചതല്ല. നിങ്ങളുമായിട്ട് ഒപ്പമുള്ള ജീവിതത്തിൽ നിന്നും ആ വ്യക്തി പഠിച്ചതാണ്, ആ വ്യക്തി അറിഞ്ഞതാണ്. ഏതായാലും പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.